മോളിക്കുട്ടി, ഇവിടെ ഒരുപാട് സംഭവ പരമ്പരകളൊക്കെ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുക. എന്താ പറ്റിയേ? ഗാന്ധിയുടെ അടുത്ത് സിത്താര മാഡം വന്നിരുന്നു. സിത്താര മാഡത്തിന് ആരെ വിളിച്ചേ? ആ, ഗാഥ തന്നെ. പാത്തും പതുങ്ങിയ ഗാഥയുടെ മുറിയിലേക്ക് വന്ന് കേറിയത്. പക്ഷേ ഗാഥയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അനിയൻ സാറ് കേറി വന്നു. എന്റെ കൃഷ്ണേ, ഇത്രയും അഹങ്കാരിയായ സിത്താര മാഡം തല താഴ്ത്തി ഓച്ചാനിച്ച് നിൽക്കുന്നത് കണ്ടിട്ടേ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. എന്നിട്ടെന്താ, അനിയൻ സാർ ഒരു പ്രകടനം തന്നെ അങ്ങ് നടത്തി. സിത്താര മാഡം കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അത് നടക്കാതെ വന്നപ്പോ വിശേഷം അന്വേഷിക്കാൻ വന്ന രീതിയിൽ കയറിയതാണെന്നൊക്കെ. പിന്നെ സിത്താര മാഡത്തിന്റെ സ്വന്തം മോളല്ലേ കിടക്കുന്നത്. അല്ലെങ്കിൽ അവള് മിണ്ടുമ്പോഴേക്കേ ഞാൻ ഗാഥാ ശ്രീനിവാസാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. ഒരു വാക്ക് അവള് മിണ്ടിയില്ല, സിത്താര മാഡവും മിണ്ടിയില്ല. അവസാനം നാണം കെട്ട് ഇറങ്ങിപ്പോയി. ആ, അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നിട്ട് ഇപ്പോഴെങ്കിലും അവൾ അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ടോ മോളിക്കുട്ടി? ആ, എവിടെ, അവളുടെ അഹങ്കാരം അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ലല്ലോ. ആ, മിക്കവാറും അത് തീർക്കാനുള്ള യോഗം എനിക്കായിരിക്കും സുനന്ദേച്ചി. ആ, പിന്നെ കൃഷ്ണ, വേറൊരു കാര്യമുണ്ട്. അതെന്താ? നിന്നെ മകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും നിന്നോട് സിത്താര മാഡത്തിന് സ്നേഹമൊക്കെ ഉണ്ട്. നിന്നെ ആക്രമിക്കാൻ ഗാഥ വന്നെന്നും പറഞ്ഞ് സിത്താര മാഡം ഗാഥയെ തല്ലി. അപ്പൊ പിന്നെ അതെന്തായാലും അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ നേരെ ചൊവ്വെ ഉപദേശിച്ച് വേണം വളർത്താൻ. അല്ലെങ്കിലേ ഇങ്ങനൊക്കെ അനുഭവിക്കേണ്ടി വരും. അതാ സിത്താര മാഡം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗാഥയെ രക്ഷിക്കാൻ സിത്താര മാഡം ഇനി എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. അനിയൻ സാറിന്റെ മുന്നിൽ നിന്ന് എന്തായാലും ഗാഥയെ കൊണ്ടുപോകുന്നത് നടക്കുന്ന കാര്യമല്ല. അനിയൻ സാറിനെ സംബന്ധിച്ച് നീയല്ലേ സുഖമില്ലാതെ കിടക്കുന്നത്. മോളിക്കുട്ടി, ഗാഥയുടെ നാവിന്ന് പോലും അച്ഛൻ അറിയുന്ന രീതിയിൽ ഒന്നും പുറത്തു വരാൻ പാടില്ല. അത് നീ ശ്രദ്ധിച്ചോളണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിക്കുകയും ചെയ്യാം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. അവളെ തനിച്ചങ്ങനെ വിടാൻ പറ്റില്ല. ശരി. ശരി. അവരാരോട് വേണമെങ്കിലും പ്രതികാരം ചെയ്തോട്ടെ. കൃഷ്ണമോളെ തൊടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ എന്റെ തനി സ്വഭാവം ഞാൻ എടുക്കും. സുനന്ദേ, ചിലപ്പോ ഒരു 5-10 കൊല്ലം ഞാൻ ഏതെങ്കിലും ജയിലിൽ പോയി കിടന്നു വരും. നമ്മുടെ കൃഷ്ണമോളെ ദ്രോഹിക്കാൻ വരുന്ന ആളെ കൊന്നിട്ട്. എന്നാലും സിത്താര മേഡത്തിന്റെ അവസ്ഥ കഷ്ടാണ്. സ്വന്തം മോള് സുഖമില്ലാതെ കിടക്കുമ്പോ ഒന്ന് കൂടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഗാഥയെ മേഡത്തിന് ഒരുപാട് ഇഷ്ടാണ്. അവക്കേണ്ടി മാത്രമാണ് സിത്താര മേഡം ജീവിക്കുന്നത് തന്നെ. നീയും അവരുടെ മോളല്ലേ? ആ വാർത്ത കേട്ടപ്പോ അവരെന്താ പറഞ്ഞേ? തങ്കേച്ചി കള്ളം പറയാണെന്നല്ലേ? പ്രസവിച്ച മകളെ തള്ളിക്കളയുമ്പോ ദൈവം എന്തെങ്കിലും ഒരു വേദന കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണെന്ന് കരുതിയാ മതി. മോളെ, ഇനി സിത്താര മേഡത്തിന്റെ സങ്കടം ആലോചിച്ച് നീ ഇവിടെ കരയാൻ നിൽക്കണ്ട. കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവർക്ക് വേണ്ടി ഉറക്കം കളയുന്നതിൽ ഒരു കാര്യവുമില്ല. മോനിന്ന് ഗാഥയെ വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാലും അയാൾ ഫോൺ എടുക്കാറില്ലല്ലോ. ചില സമയങ്ങളിൽ ഒഴികെ വല്ലാതെ സ്നേഹിക്കാൻ അറിയുന്ന കുട്ടിയാ ഗാഥ. നന്നായി പെരുമാറുന്ന അവസ്ഥയില് വല്ലാതെ അവള് മനസ്സിൽ കയറിയിരുന്നിട്ടുണ്ട്. ഞങ്ങള് തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിന്റെ തീരുമാനം എന്താ? കടുത്ത തീരുമാനങ്ങളൊന്നും ഞാൻ അക്കാര്യത്തിൽ എടുത്തിട്ടില്ല അമ്മ. പക്ഷെ കാര്യങ്ങള് എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഞാനിപ്പോ ഒന്നിനും മുൻകൈ എടുക്കുന്നില്ല. മോൻ സമാധാനായിട്ടിരിക്കെ. നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നില്ല. ഏതെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ടാവും. ഞാൻ കൂടെ കൂടെ ഇത് പറയുമ്പോ നിനക്കതിൽ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം അമ്മ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇത് പറയുന്നേ. നവീന്റെ അമ്മേ. ഇനി ഇതെന്താണോ? ഫോൺ എടുക്കണം മാം.
അല്ലെങ്കിൽ ചിലപ്പോ അവരാരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ? ഗാഥമ്മയുടെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. ദാ. ഹലോ ഹലോ സിത്താര, സിത്താര വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ സുമിത്ര? ഞാനും നവീനും കൂടി ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. മക്കള് തമ്മില് ഇങ്ങനെ വേർപിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ലല്ലോ. അവരെ നമുക്കൊന്ന് കൂട്ടിയിണക്കണ്ടേ? രണ്ടുപേരെയും കൂടി ഇരുത്തി കാര്യങ്ങള് നമുക്കൊന്ന് സംസാരിക്കാന്ന് വെച്ചിട്ടാ. അത് സുമിത്ര, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണവന്മാരായിട്ട് നമ്മളെല്ലാരും ഇല്ലേ? നമ്മുടെ കുട്ടികളെ അനുസരിപ്പിക്കാൻ നമുക്ക് പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് വരാം. സുമിത്ര ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അതെന്തു പറ്റി? അത് സുമിത്ര, എന്റെ മോളുടെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കളരിക്കൽ കുടുംബത്തിനും നവീനും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ. ഇത്രയും ദിവസം കൊണ്ട് അവൾക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. നന്നായി. ഈ പറയുന്ന എനിക്ക് പോലും ചില നേരങ്ങളിൽ സഹിക്കാവുന്നതിനും അപ്പുറം പോയിട്ടുണ്ട് ഗാഥ. അറിയാം, എല്ലാം അറിയാം എനിക്ക്. ഇനിയൊരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. വൈകാതെ തന്നെ അവളെ ഞാൻ കളരിക്കിലേക്ക് അയച്ചോളാം. ഇതുവരെ ഉള്ളതൊക്കെ മറന്നിട്ട് പുതിയൊരു ഗാഥയായിട്ട്. സിത്താരയ്ക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല.